അറസ്റ്റിലും ജാതി ഭീകരത. കേസരി പത്രാധിപർ ഡോക്ടർ NR മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തി. ഉടൻ തന്നെ ജാമ്യം ലഭിച്ചു. കഴിഞ്ഞ മാസം സൂപ്പർ സ്റ്റാർ വേടനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വേടനും ജാമ്യത്തിൽ പുറത്തിറങ്ങും. ഈ അറസ്റ്റ് നാടകത്തിൽ ജാതി ഭീകരതയും ഇരട്ട നീതിയും വ്യക്തമായി നിഴലിച്ചു കാണാം. വേടനെ ഒരു ക്രിമിനലിനെ പോലെ വളഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയപ്പോൾ മധുവിനെ ക്ഷണിച്ചു വരുത്തി ഒപ്പിടുവിച്ച് വെറും രേഖാമൂലമുള്ള അറസ്റ്റ് രേഖപ്പെടുത്തി യാത്രയച്ചു. ജാതി ഭീകരത ഇന്നും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ അറസ്റ്റ് നാടകം. ജനങ്ങളുടെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് മധുവിനെ അറസ്റ്റ് ചെയ്ത് എന്ന് വരുത്തി തീർത്തത്. മധുവിനേക്കാളും മോശമായി വേടനെയും ദളിതരെയും പരസ്യമായി അധിക്ഷേപിച്ച KP ശശികലയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ മുതിർന്നിട്ടില്ല. വേടന്റെ പാട്ടുകളിൽ ജാതി ഭീകരത വളർത്തുന്നു എന്ന ആക്ഷേപമാണ് കേസരി പത്രാധിപർ ഡോക്ടർ മധു വേടനെതിരായി മുന്നോട്ട് വച്ചത്. കേരള പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൈകോർത്ത് പിടിച്ച് വേടന്റെ മേൽ വിവിധ തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി യുവജനങ്ങളുടെ ഹരമായ ആ വലിയ കലാകാരനെ നയിച്ചു കൊണ്ടുപോയതിന് കേരളം മുഴുവൻ സാക്ഷിയായി. ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെയാണ് വേടനെ ജനമധ്യത്തിലൂടെ പോലീസ് നടത്തിക്കൊണ്ടുപോയത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ പൗരാവകാശത്തിന്മേലുള്ള ഒരു അടിച്ചമർത്തലിൻ്റെ നേർസാക്ഷ്യമായിട്ടേ വേടന്റെ മേലെയുള്ള കുറ്റപത്രവും അറസ്റ്റും നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. സെലിബ്രിറ്റിയും സ്പെഷ്യൽ പ്രിവിലേജിൻ്റെ പാലൂട്ടി വളർത്തുന്ന നായർ സമുദായാംഗവുമായ മോഹൻലാലിനു വേണ്ടി കോടതിയിൽ പോയ സർക്കാരാണ് ജാതി വിവേചനം സ്പഷ്ടമാകും വിധം ഒരു സെലിബ്രിറ്റിയും ഇൻഫ്ലുവൻസറും ആണെങ്കിൽ പോലും പട്ടികജാതിക്കാരനായ വേടൻ തെരുവിൽ കൂടി നടത്തിയത്. വോട്ടവകാശമുള്ള പൗരന്മാർ ഇതൊക്കെ നിസ്സഹായതയോടെ നോക്കിക്കണ്ടു. ഇവിടെ ജാതി വിവേചനം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി സർക്കാരാണ് എന്നതാണ് ശ്രദ്ധേയമായ സംഗതി. മോഹൻലാലിനോടുള്ള പ്രത്യേക പരിഗണന പോയിട്ട് ഒരു പൗരൻ എന്ന നിലയിലുള്ള ഒരു മര്യാദ പോലും ഒരു സാമൂഹിക പരിഷ്കർത്താവും സിനിമാ താരവും കൂടിയായ വേടനോട് കാണിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നത് ചിലർക്കൊക്കെ ധാർഷ്ട്യത്തിനും മറ്റു ചിലർക്ക് അപകർഷതയ്ക്കും ഇടവരുത്തുന്നു. ഈ വിവേചനത്തിനെതിരായി നിൽക്കുന്നത് കൊണ്ടാണ് താനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല എന്ന് വേടൻ ഊന്നിപ്പറയുന്നതെന്ന് യുവജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേസരി പത്രാധിപരുടെ കാര്യത്തിലും സർക്കാർ അഥവാ പോലീസ് വേടന് കൊടുക്കാത്ത ഈ പ്രത്യേക താല്പര്യം ജാതി വിവേചനത്തിൻ്റെ ഒരാവർത്തനമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഈ വിവേചനത്തിനെതിരെയാണ് വേടനോടൊപ്പം പതിനായിരങ്ങൾ തടിച്ചുകൂടുന്നതെന്ന് RSS പ്രവർത്തകരും തീവ്ര ഹിന്ദുത്വവാദികളും സർക്കാരും പോലീസും തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇവിടെ ഒരു നീതിയും ഒരു നിയമവും ഉണ്ടാവണം. ഇന്ത്യൻ പൗരന്മാരെ ജാതി നോക്കി തരംതിരിച്ച് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്നത് തെറ്റു തന്നെയാണ്. അതിന് മാറ്റം ഉണ്ടായേ പറ്റും.